ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? സാധാരണക്കാർക്ക് വേണ്ടി നികുതി നയങ്ങൾ ലഘൂകരിക്കുന്നത് ഫലം കാണുമോ? സമ്പദ് വ്യവസ്ഥ മുന്നേറാൻ നികുതി നിയമങ്ങളുടെ ഭാഷ ലഘൂകരിച്ചാൽ മാത്രം മതിയോ? ധനമന്ത്രിയുടെ നികുതി ഇളവുകൾ ലക്ഷ്യത്തിലെത്തുമോ? കുതിച്ചുയരുന്ന വിലയിൽ സ്വർണം നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാവും? കാണാം ബിസ് നെക്സ്റ്റ്. പുതിയ നികുതി ഇളവുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ 20 ബേസിസ് പോയിന്റുകൾ മാത്രമാണ് വളർച്ച സമ്മാനിക്കുകയെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെലവും കടങ്ങളുമെല്ലാം വെല്ലുവിളിയാകുമ്പോൾ നികുതി ഇളവുകൾ കാര്യമായ ഫലം കണ്ടേക്കില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന വിമർശനമാണ് ആദായ നികുതി ഘടനയിലെ മാറ്റത്തെയും നികുതി ഇളവുകളെയും പരക്കെ വിമർശിക്കപ്പെടുന്നത്. മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നികുതി ഇളവുകൾ സാമ്പത്തിക വളർച്ചയ്ക്ക് പരിമിതമായ ഉത്തേജനം മാത്രമേ നൽകുന്നുള്ളൂ. ഉപഭോക്താക്കൾ കടം കുറയ്ക്കാൻ സമ്പാദ്യം ഉപയോഗിക്കുകയും സർക്കാർ ചിലവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. വാർഷിക ബജറ്റിൽ പ്രഖ്യാപിച്ച $12 ബില്യൺ, ഏകദേശം 1 ലക്ഷം കോടി രൂപ നികുതി ഇളവുകളുടെ ആകെഫലം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്കിൽ 10 മുതൽ 20 ബേസിസ് പോയിന്റ് വർധനവുണ്ടാക്കുമെന്നാണ് മോത്തിലാലിന്റെ കണക്കുകൂട്ടൽ. നികുതി ഇളവിന്റെ ഒരു ഭാഗം കടം കുറയ്ക്കാൻ ഉപഭോക്താക്കൾ വിനിയോഗിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗാർഹിക ചെലവുകളിലെ ഏതൊരു വർധനവും വിപണിയെ വിനിയോഗത്തിൽ ഇടിവുണ്ടാക്കും. പുതിയ ആദായ നികുതി ബില്ലിൽ ഇതുവരെ വലിയ ഘടനാപരമായ മാറ്റങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നത് വസ്തുതയാണ്. സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ ഭാഷ ലളിതമാക്കിയെന്നു മാത്രം. അതിനാൽ കൂടുതൽ നേട്ടമൊന്നും വിദഗ്ധർ ഈ നീക്കത്തിലൂടെ പ്രതീക്ഷിക്കുന്നില്ല. സ്വർണ്ണവില സമ്മർദ്ദത്തിലാണ്. ഓരോ ദിവസവും ചരിത്രം തിരുത്തിയാണ് സ്വർണം മുന്നേറുന്നത്. ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ മുതലുള്ളതാണ് വ്യാപാര സംഘർഷങ്ങളും താരിഫ് പ്രശ്നങ്ങളും. ഒരു പരിധിവരെ സ്വർണ്ണവില കുതിക്കുന്നതിന്റെ കാരണവും ഇതാണ്. US കടപ്പത്രങ്ങളുടെ നേട്ടം കുറഞ്ഞതും സ്വർണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രാജ്യാന്തര തലത്തിൽ സ്വർണം ട്രോയ് ഔൺസിന് $2,931 വ്യാപാരം നടക്കുന്നത്. US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് ഉടൻ കുറയ്ക്കേണ്ടതില്ലെന്ന നിലപാട് സ്വർണത്തിന് സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് തന്നെയാണ്. വിദേശ വിപണികളിലെ ഉറച്ച വില നിലവാരം മാത്രമല്ല, രൂപയുടെ ഇടിവും വർദ്ധിച്ച ഡിമാൻഡുമാണ് ഇന്ത്യൻ വിപണിയിലെ സ്വർണ്ണക്കുതിപ്പിന് കാരണം. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യ ഇറക്കുമതിയിലൂടെയാണ് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. US ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ താഴോട്ടു പോകുമ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് ഉയരും. ഈ വർധന ഉപഭോക്താക്കളിലേക്കു കൈമാറ്റം ചെയ്യുന്നതോടെ ആഭ്യന്തര സ്വർണ്ണവില കുതിക്കുന്നു. കാർഷിക വിപണിയിൽ അടുത്ത വാരം. ആഗോള കുരുമുളക് ഇറക്കുമതി രാജ്യങ്ങൾ ആശങ്കയിൽ. വരും മാസങ്ങളിൽ ചരക്ക് ക്ഷാമം തുടരും. വിനിമയ വിപണിയിലെ ചാഞ്ചാട്ടം ഏഷ്യൻ റബ്ബറിൽ പ്രതിഫലിച്ചു. ടാപ്പിംഗ് സീസൺ അവസാനിക്കുന്നതിനാൽ റബ്ബർ വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ കയറ്റുമതി രാജ്യങ്ങൾ. നാളികേര ലഭ്യത ചുരുങ്ങിയിട്ടും കൊപ്രവില ഇടിക്കാൻ വ്യാവസായിക ലോബിയുടെ നീക്കം. കുരുമുളക് ഉൽപാദനത്തിൽ മുന്നിലുള്ള വിയറ്റ്നാമിലെ പത്തായങ്ങൾ എല്ലാം ഏതാണ്ട് ശൂന്യമായി. കഴിഞ്ഞ വർഷത്തെ ചരക്ക് മാത്രമല്ല, തൊട്ട് മുൻ വർഷങ്ങളിലെ നീക്കിയിരുപ്പ് പോലും കാലിയായി. കഴിഞ്ഞ 6 മാസത്തിൽ മുളക് വിലയിലുണ്ടായ മുന്നേറ്റമാണ് കാരണം. 2024 2.5 ലക്ഷം ടണ്ണിലധികം കുരുമുളകാണ് ഇവിടെ നിന്നും കപ്പൽ കയറിയത്. ഫെബ്രുവരിയിൽ കിലോ 1,64,000 വിയറ്റ്നാം ഡോങ് വാഗ്ദാനം ചെയ്തിട്ടും വിൽപ്പനക്കാരില്ലാത്ത അവസ്ഥ. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈസ്റ്റർ വരെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മുളക് സംഭരണ തിരക്കിലാണ്. നിലവിലെ അവസ്ഥ കണക്കിലെടുത്താൽ രാജ്യാന്തര മാർക്കറ്റ് വില കത്തിക്കയറുമെന്ന ഭീതിയിലാണവർ. ക്ഷാമം മുന്നിൽ കണ്ട് മലേഷ്യ കുരുമുളക് വില ടണ്ണിന് $9,000 ഉയർത്തി. 2020 ശേഷം ലോകവിപണിയിൽ കറുത്ത പൊന്നിന്റെ വില ഇത്രമാത്രം ഉയരുന്നത് ആദ്യമാണ്. കയറ്റുമതി വിപണിയിലേക്ക് തിരിയാൻ ഇന്ത്യക്കാർക്ക് താല്പര്യമില്ല. ചെറിയ തോതിൽ മുളക് ശേഖരിച്ചാൽ പോലും നിരക്ക് കുതിച്ചു കയറുമെന്ന് അവർ ഭയപ്പെടുന്നു. രൂപയുടെ റെക്കോർഡ് മൂല്യ തകർച്ച കയറ്റുമതി മേഖലയ്ക്ക് ആകർഷകമാണ്. എങ്കിലും ആഭ്യന്തര മാർക്കറ്റിൽ നാടൻ മുളകിനുള്ള ക്ഷാമം വിളവെടുപ്പ് ഊർജിതമായാലും വിട്ടുമാറില്ലെന്ന ആശങ്ക നിലനിൽക്കുന്നു. വിനിമയ വിപണിയിലെ ചെറുചലനങ്ങൾ പോലും ഏഷ്യൻ റബ്ബർ മാർക്കറ്റിനെ പ്രകമ്പനം കൊള്ളിച്ചു. യെന്നിന്റെ മൂല്യത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ റബ്ബർ അവധി വിലകളിൽ വൻ ചാഞ്ചാട്ടം സൃഷ്ടിച്ചു. ഇത് കണ്ട് ടയർ കമ്പനികൾ ചരക്ക് സംഭരണത്തിൽ നിന്നും അകന്നു നിന്നു.
അതേസമയം മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ പ്രതികൂല കാലാവസ്ഥ മുൻനിർത്തി ടാപ്പിംഗിൽ നിന്നും പിന്തിരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് വിലകയറ്റത്തിന് അവസരമൊരുക്കാം. തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ വാരാന്ത്യം ഷീറ്റ് വില കിലോ 207 രൂപയിലാണ്. വിദേശ മാർക്കറ്റ് നിരക്ക് ഉയർന്നെങ്കിലും ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ കരുതലോടെയാണ് ഓരോ നീക്കവും നടത്തുന്നത്. ഉയർന്ന താപനിലയിൽ ടാപ്പിംഗ് ഒട്ടുമിക്ക ഭാഗങ്ങളിലും സ്തംഭിച്ചിരിക്കുകയാണ്. തിരക്കിട്ടുള്ള ചരക്ക് സംഭരണം വില ഉയരാൻ കാരണമാകും. വാരാന്ത്യം 4ാം ഗ്രേഡ് കിലോ 190 രൂപയിലും 5ാം ഗ്രേഡ് 157 രൂപയിലുമാണ്. നാളികേരോൽപ്പന്ന വിപണി സാങ്കേതിക തിരുത്തലിനുള്ള ശ്രമത്തിൽ. ജനുവരി അവസാന വാരം മുതൽ ഉൽപ്പന്ന വിലയിൽ മാറ്റമില്ല. കൂടിയ വില നൽകി കൊപ്രയും പച്ചത്തേങ്ങയും ശേഖരിക്കാൻ തമിഴ്നാട്ടിലെ വൻ കൊപ്രയാട്ട് മില്ലുകാർ തയ്യാറായില്ല. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് ഊർജിതമാകുന്ന സാഹചര്യത്തിൽ വിലയിൽ ചാഞ്ചാട്ടം അനുഭവപ്പെടുമെന്നാണ് മില്ലുകാരുടെ വിലയിരുത്തൽ. കൊച്ചിയിൽ കൊപ്ര വില കുറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വൻകിട സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിൽപ്പനയ്ക്ക് നീക്കം നടത്തുമെന്ന നിഗമനത്തിലാണ് കാങ്കയത്തെ മില്ലുകാർ. വെളിച്ചെണ്ണ 22,400 രൂപയിലും കൊപ്ര 14,050 രൂപയിലും വിപണനം നടന്നു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഒപ്പോ ഫൈൻഡ് X8 മിനി സീരീസ് മാർച്ചിൽ അവതരിപ്പിക്കും. മികച്ച ക്യാമറയോടെ ആരാധകരെ കയ്യിലെടുക്കുമെന്നാണ് സൂചന. ഇപ്പോൾ വിപണിയിലുള്ള ഫൈൻഡ് X8 സീരീസ് നിലവിൽ മികച്ച ക്യാമറ ഫീച്ചേഴ്സുകളും ശക്തമായ പ്രകടനവും മൂലം ജനപ്രിയമായിരിക്കുകയാണ്. വിപണിയിലെത്താൻ ഇനി ഏതാനും ആഴ്ചകൾ ബാക്കി നിൽക്കുമ്പോൾ ഫോണിന്റെ ഫീച്ചേഴ്സ് ചർച്ചയാവുകയാണ്. ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണമാണ് ഇതിൽ ശ്രദ്ധേയം. ഓപ്പോ മാർച്ചിൽ 3 പുതിയ സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈൻഡ് X8 മിനി, ഫൈൻഡ് X8 അൾട്ര, ഫൈൻഡ് X8 6. ഇതിൽ മിനിയാണ് താരമെന്നാണ് സൂചന. ഡിസൈൻ, ഡിസ്പ്ലേ തുടങ്ങിയ മറ്റ് സ്മാർട്ട് ഫോൺ സവിശേഷതകളും ചർച്ചയാണെങ്കിലും കൃത്യമായ വിവരമറിയാൻ മാർച്ച് വരെ കാത്തിരിക്കണം. വോൾവോ XC90 SUV-യുടെ പുതിയ മോഡൽ മാർച്ച് 4-ന് ആരാധകരിലേക്ക്. ഡിസൈനിൽ ചെറിയ മാറ്റമുണ്ടെങ്കിലും എഞ്ചിൻ ഹൈബ്രിഡ് തന്നെ. വോൾവോയുടെ പ്രമുഖ SUV മോഡലായ XC90-യുടെ ഫേസ് ലിഫ്റ്റ് മോഡൽ മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ തുടരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ഈ മോഡലിൽ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എഞ്ചിൻ ഉണ്ടാകുമെന്നും അഭ്യൂഹമുണ്ട്. ഡിസൈനിൽ ചില സൂക്ഷ്മ മാറ്റങ്ങൾ ഉണ്ടായേക്കും. സാങ്കേതിക സവിശേഷതകൾ നിലവിലെ സ്പൈക്ക് മോഡലിന് സമാനമായി തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. നിലവിലുള്ള സ്പൈക്ക് മോഡലിന് സമാനമായ വലുപ്പത്തിൽ പ്രതീക്ഷിക്കുന്ന പുതിയ ഡ്യുവൽ ടോൺ അലോയ് വീലുകളും ഇതിലുണ്ടാകും. പുതിയൊരു ആകർഷണത്തിനായി ബമ്പറും ചെറുതായി പരിഷ്കരിച്ചേക്കും. വിനോദവാരം. വരുന്ന മാർച്ച് മാസം ബോളിവുഡിന് വസന്തകാലം. ആക്ഷൻ ത്രില്ലറുകൾ മുതൽ ഹൃദയസ്പർശിയായ കഥകൾ വരെ ഒട്ടനവധി ചിത്രങ്ങളാണ് ആരാധകരുടെ മനം കവരാനെത്തുന്നത്. പ്രമുഖ താരങ്ങളുടേതുൾപ്പെടെ ഒട്ടേറെ ബോളിവുഡ് ചിത്രങ്ങളാണ് മാർച്ചിൽ റിലീസിന് തയ്യാറെടുക്കുന്നത്. പത്താന്റെ 2ാം ഭാഗവുമായി ഷാരൂഖ് ഖാൻ എത്തുന്നു. തീവ്രമായ ആക്ഷൻ സീക്വൻസുകളും ആകർഷകമായ കഥാസന്ദർഭവും കൊണ്ട് നിറഞ്ഞ പത്താൻ 2 ഒരു സിനിമാറ്റിക് കാഴ്ചയാകുമെന്നാണ് വാഗ്ദാനം. ദീപിക പദുക്കോൺ തന്നെയാകും നായികാ വേഷത്തിലെത്തുകയെന്നാണ് സൂചന. മാർച്ച് 7-നായിരിക്കും റിലീസിംഗ്. ബ്രഹ്മാസ്ത്രയുടെ വൻ വിജയത്തിന് ശേഷം ബ്രഹ്മാസ്ത്ര പാർട്ട് 2 ദേവ് ആരാധകർക്ക് മുന്നിലെത്തുന്നു. അയൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രൺബീർ കപൂറും ആലിയ ഭട്ടുമാണ് അഭിനേതാക്കൾ. മാർച്ച് 14-ന് ചിത്രം റിലീസ് ചെയ്യും. ടൈഗർ 3യുടെ ബോക്സ് ഓഫീസ് വിജയത്തിന് ശേഷം ടൈഗർ 4-മായി സൽമാൻ ഖാൻ എത്തുന്നു. മാർച്ച് 21-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. മികച്ച ആക്ഷൻ രംഗങ്ങളുള്ള ചിത്രമായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ബോളിവുഡ് യുവതാരം വിക്കി കൗശലും സംവിധായകൻ ആദിത്യ ധറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ദ ഇമ്മോർട്ടൽ അശ്വത്ഥാമ. മഹാഭാരത പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ സയൻസ് ഫിക്ഷൻ ഇതിഹാസം വിഷ്വൽ എഫക്റ്റുകളോടും കഥപറച്ചിലിനോടുമുള്ള ഇന്ത്യൻ സിനിമയുടെ സമീപനത്തെ പുനർനിർവചിക്കുന്നതാണ്. മാർച്ച് 28-ന് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തും. അനുരാഗ് കശ്യപിന്റെ ക്ലാസിക് ചിത്രം ഗ്യാങ്സ് ഓഫ് വാസിപ്പൂറിന്റെ 3ാം ഭാഗം വരുന്നു. മാർച്ച് 15-നാണ് ചിത്രം ബോക്സ് ഓഫീസിൽ കീഴടക്കാനെത്തുന്നത്. നവാസുദ്ദീൻ സിദ്ദിഖിയെ കൂടാതെ മനോജ് ബാജ്പേയി, പങ്കജ് ത്രിപാഠി, റിച്ച, ഛത്ത, ഹുമ ഖുറേഷി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇനി പ്രധാന ഇവന്റുകൾ. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഇറ്റ്ഫോക് 2025 ഈ മാസം 23 മുതൽ മാർച്ച് 2 വരെ തൃശൂരിൽ. 5 രാജ്യാന്തര നാടകങ്ങൾ, 10 ദേശീയ നാടകങ്ങൾ,
ശ്രീലങ്ക, ഈജിപ്ത്, റഷ്യ, ഇറാഖ്, ഹംഗറി എന്നിവിടങ്ങളിലെ നാടക സംഘങ്ങൾ പങ്കെടുക്കും. കൊച്ചി ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഫെയർ 2025 എഡ്യൂക്കേഷൻ ട്രേഡ് ഷോ ഫെബ്രുവരി 20 എറണാകുളം ഗേറ്റ്വേ വിവാൻഡ ഹോട്ടലിൽ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.